ഹലോ പ്ലസ് ടു മക്കളെ. അപ്പോൾ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്ലസ് ടു മാത്സ്? അപ്പോൾ പ്ലസ് വൺ മാത്സിൻ്റെ ഒരു ഡോസ് കിട്ടിയ നിങ്ങൾക്ക് ഒബ്വിയസ്ലി പ്ലസ് ടു സീരിയസ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഇനി ആ തീരുമാനം പ്ലസ് വൺ എക്സാമിൻ്റെ ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ റിസൾട്ട് വന്ന ദിവസങ്ങളിൽ മാത്രമായിരുന്നു അപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഇപ്പോഴും അപ്ലിക്കബിൾ ആണോ എന്ന് എല്ലാവരും കമൻസിൽ അറിയിക്കുക. പ്ലസ് വണ്ണിൽ അവസാനം തീരുമാനിച്ചു പ്ലസ് ടുവിൽ ഞാൻ പഠിക്കും, ആദ്യം മുതൽ പഠിക്കും എന്നൊക്കെ തീരുമാനിച്ചവരായിരിക്കും എല്ലാവരും. പ്ലസ് ടുവിൽ അത് പ്രാക്ടിക്കൽ ആവുന്നുണ്ട്, യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ മക്കളെ, പേടിക്കണ്ട, ആ പ്രാക്ടിക്കൽ ആക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, സങ്കടമൊന്നും ആവേണ്ട, പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലസ് ടു മാത്സ് പ്ലസ് വൺ മാത്സിനെ കാട്ടും ടഫാണ്. നിങ്ങൾ മാത്സ് അറിയുന്ന ഏതൊരാളോട് പോയി ചോദിച്ചോ, നിങ്ങളുടെ സീനിയേഴ്സ് ആരെങ്കിലും മാർക്കുള്ള ആൾക്കാരോട് പോയി ചോദിച്ചോ, അവർ സത്യം പറഞ്ഞു പ്ലസ് ടു മാത്സ് ഇസ് ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട് ദാൻ പ്ലസ് വൺ മാത്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ മാത്സ് എന്നുള്ള കാര്യം അറിയിക്കാം. പിന്നെ എത്ര ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ തീർത്തു എന്നും കൂടി ഒന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ബമ്പർ ഡീലാണ്. ഓക്കെ, ബമ്പർ ഡീലല്ല, വളരെ സിമ്പിൾ സൊല്യൂഷനാണ്. ഇതാ കേട്ടോ, നമ്മൾ ഒരു ടൈപ്പും ഇല്ല, പ്രോപ്പറായിട്ട് പഠിക്കുക. എങ്ങനെ പഠിക്കണം ഞാൻ പറയാം. 3 ചാപ്റ്ററെങ്കിലും നിങ്ങളിപ്പോൾ പഠിച്ച് തീർക്കണം. ഓക്കെ, നിങ്ങളത് സ്വന്തം പഠിക്കുന്ന ആളായിക്കോട്ടെ, സ്കൂളിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന ആളായിക്കോട്ടെ, ഇത്രയുള്ള എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ പ്ലസ് ടു മാത്സ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ 3 ചാപ്റ്ററെങ്കിലും ഇപ്പോൾ മിനിമം പഠിച്ചിരിക്കണം. 4 ചാപ്റ്റർ ആയാൽ അടിപൊളി, 5 തുടങ്ങാൻ പോവുകയാണെങ്കിൽ സെറ്റ്. ഓക്കെ, പക്ഷെ 3 മിനിമം തീർത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ഡിസിഷൻ, നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു മാത്സ് വന്നിട്ട് പഠിക്കും, ഇത് അവസാനത്തെ വർഷം ഞാൻ മാർക്ക് നേടും, നടക്കൂല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ 3 ചാപ്റ്റർ ഇപ്പോൾ പഠിക്കാതെ 4, 5, 6 പഠിക്കുന്നു? ഇല്ല, 3 ചാപ്റ്റർ പഠിച്ചില്ല, വെറുതെ കേട്ടിരുന്നുള്ളെങ്കിൽ 4, 5, 6 അങ്ങനെ തന്നെയായിരിക്കും. 4, 5, 6 കൂടി പോയാൽ പിന്നെ മാത്സ് മൊത്തം പോയ പോലെ നമ്മുടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം 3 ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ, 4 ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ, അത് പഠിക്കും. എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് 10-12 ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിക്കാനുണ്ട്, അതിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനുണ്ടാവും. ഇന്ന് ആകെ നിങ്ങളുടെ കയ്യിൽ 3 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഒരു 10 മണിക്കൂർ എനിക്ക് തന്നാൽ, 10 hours മാക്സിമം തന്നാൽ, നിങ്ങളെ കൊണ്ട് ഈ ചാപ്റ്റർ തന്നെ എന്ത് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ ഏതൊരു എക്സാമിനും റെഡി ആയിരിക്കും. ഈ 3 ചാപ്റ്ററിൻ്റെ അവിടെ ഈ 3 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാൻ നിങ്ങളുടെ മാത്സിലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ സെറ്റാക്കി പഠിച്ചോളും. പക്ഷേ ഈ 3 ചാപ്റ്റേഴ്സ് 10 മണിക്കൂർ നിങ്ങൾ എനിക്ക് തരണം. ആ 10 മണിക്കൂറിൽ ഇങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം, എവിടെ നിന്ന് കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞുതരാം, എങ്ങനെ അതോടെ ഈ ചാപ്റ്റർ തീർക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള മോട്ടിവേഷൻ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ലൈക്ക് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങാം മക്കളെ. ബാച്ചിലുള്ളവർക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാം, പക്ഷെ എന്നാലും കേട്ടിരുന്നോ. നിങ്ങൾ എക്സാമിനറിൻ്റെ ഉയരിയ ബാച്ചിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാച്ചിനുള്ളിൽ എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലസ് ടു ഉയരെ ആണെന്ന് ഉറപ്പിക്കുക, അതിലേക്ക് പ്ലസ് ടു മാത്സിലേക്ക് വരാം. പ്ലസ് ടു മാത്സിൽ വന്നാൽ നിങ്ങൾക്ക് ഈ 3 ചാപ്റ്ററാണ് നിങ്ങൾ തീർക്കേണ്ടത്. നമ്മൾ ആക്ച്വലി ബാച്ചിൽ 4th ചാപ്റ്റർ കഴിയാനായിരിക്കുകയാണ്, 5th ചാപ്റ്റർ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാച്ചിൽ അവിടെ വരെ എത്തിയവർ കൺഗ്രാറ്റുലേഷൻ, സെറ്റ്. എന്താണ് നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഉള്ളവർ കണ്ട് തീർക്കുക. ഓക്കെ, 10 മണിക്കൂർ മാക്സിമം ബാക്ക്ലോഗ് വരുള്ളൂ, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യും. 10 മണിക്കൂർ നിങ്ങൾ ഒറ്റ ദിവസം തീർക്കണമെന്നില്ല, 3 ദിവസത്തിൽ 3 മണിക്കൂർ പഠിക്കുക എല്ലാ ദിവസം. ഓക്കെ, അല്ലെ 5 ദിവസത്തിൽ എല്ലാ 2 മണിക്കൂറും പഠിക്കുക, 10 നിങ്ങളെ കൊണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്നിട്ട് നിങ്ങൾ ഒരു 5 മണിക്കൂർ, അടുത്ത ദിവസം 5 മണിക്കൂർ ചെയ്ത് സെറ്റാവും. ഓക്കെ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക, അതിൽ ഇത്രയും സാധനം ഉണ്ട്. നിങ്ങൾ തൽക്കാലം ഇതൊന്നും നോക്കണ്ട, നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്തതൊക്കെ കിട്ടും, ഇതിൻ്റെ അപ്പുറം കിട്ടും ഫീച്ചേഴ്സ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടത് ഈ ലൈവ് ക്ലാസ് എടുക്കുക. ഓക്കെ, ലൈവ് ക്ലാസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും വേണ്ട, ലൈവ് ക്ലാസ് എടുക്കുക. അത് കഴിഞ്ഞിട്ടാ നിങ്ങളുടെ പാർട്ട് 1 ലൈവ് ഉണ്ട്, പാർട്ട് 2 ലൈവ് ഉണ്ട്, ഇത് കാണും. ഓക്കെ, പാർട്ട് 1 ലൈവ് ഉണ്ട്, പാർട്ട് 2 ലൈവ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലത് 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ, ഏകദേശം നിങ്ങൾക്ക് 2-2.5 മണിക്കൂർ വരും. ഓക്കെ, 3.5 hours വരും. ഓക്കെ, 3.5 hours എന്ത് വരും ഏകദേശം. ഓക്കെ, 3.5 hours, 3 hours അടുത്ത് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണ്ടേ ഇത് 2 പേർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സമയം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഈ വർഷം ഞാൻ അടുത്ത ലൈവ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് എൻ്റെ 1 ഷോർട്ട് ക്ലാസ് കാണാം, 2 മണിക്കൂറിൻ്റെ ഷോർട്ടറാണ്. അപ്പോൾ ഇവിടെ എന്താ 2 hours. ഓക്കെ, ഇതിന് നോട്ട്സ് കിട്ടും, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കിപ്പ് ചെയ്യുക, സ്പീഡ് കൂട്ടാൻ പറ്റുന്ന സ്പീഡ് കൂട്ടുക, ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ ചെയ്യുക, കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചാപ്റ്റർ അല്ല, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ലൈവ് ക്ലാസ് ഉണ്ട് മക്കളെ. ഓക്കെ, 1, 2, 3 ആക്ച്വലി 4 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുന്ന സമയമാകുമ്പോൾ 4 കഴിഞ്ഞാൽ 5 തുടങ്ങാൻ പോവുക. അപ്പോൾ നിങ്ങൾ ഈ 3 എണ്ണം ഒന്ന് ബാക്ക്ലോഗ് ഉള്ളവരും തീർക്കാനുള്ളവരും തീർത്ത് കഴിഞ്ഞ് ആലോചിച്ച് നോക്ക്. 3 കഴിഞ്ഞു, അല്ലെ 3 കഴിഞ്ഞു, 4 കൂടി നിങ്ങളൊന്ന് കണ്ടു തീർക്കുക. 5 മുതൽ എൻ്റെ കൂടെ ലൈവിൽ പഠിക്കാം. 6 പഠിച്ചു, 5ഉം 6ഉം പിന്നെ 7ഉം പഠിച്ചാൽ 7ഉം കൂടി നിങ്ങൾ സമയത്തിന് പഠിച്ചാൽ മാത്സ് തീർന്നു. ബാക്കിയുള്ള ഞാൻ എഴുതി തരാം, നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾ തീർക്കും. 7 വരെ നിങ്ങൾ കഷ്ടപ്പെടും, 7ാമത്തെ ചാപ്റ്റർ വരെ.
ആ സമയമാകുമ്പോൾ 2 മാസമുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യണം 3 ചാപ്റ്റർ തീർക്കാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ തുടങ്ങണം, ഈ ആഴ്ച തന്നെ തുടങ്ങണം. പിന്നെയല്ല, ഈ ആഴ്ച തന്നെ തുടങ്ങാം. ഓക്കെ, സ്പോർട്സ് ഡേ ഉണ്ട്, മറ്റേ ഡേ ഉണ്ട് സാർ സ്കൂളിൽ, അങ്ങനെ ആകുമ്പോൾ ഈ ദിവസം ചെയ്യാം, സാറ്റർഡേ ആകുമ്പോൾ ലീവ് ഇല്ല. ഈ ഒരു 1 വീക്ക് എന്താണ് 7 ഡേയ്സ് 3 ചാപ്റ്റർ തീർക്കുക, 10 മണിക്കൂർ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ തന്നെ ഈ ചാലഞ്ച് 3 ചാപ്റ്റർ ചാലഞ്ച് എന്ന് വിളിച്ചോ 10 hour ചാലഞ്ച് എന്ന് വിളിച്ചോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്യുക അക്സെപ്റ്റഡ് എന്ന്, പോയി പഠിക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡീറ്റെയിൽസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്തവർ ഒന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ്സിൽ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു, ഓൾ ദി ബെസ്റ്റ്. 3 ചാപ്റ്റർ തീർക്കുക, +2 മാത്സ് സെറ്റ്. ഓക്കെ.